sipping low key. I'm sipping low key at Onyx. Find a rider. I get those goosebumps every time you come around. You ease my mind. You make everything feel fine. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സ്ഥലം നമ്മുടെ ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സ്റ്റണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഗ്രൗണ്ടാണ്. അപ്പോൾ പ്രൈവറ്റ് ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ കുറച്ച് സ്ഥലം കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ക്ഷമിച്ച് സഹിച്ചൊന്ന് കാണണം ഗൈസ്. നമ്മൾ അടുത്ത സ്റ്റണ്ട് ട്യൂട്ടോറിയൽ ഇറക്കുമ്പോൾ പോളി ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഗൈസ് ലൈക്ക് അടിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്റ്റണ്ടിൻ്റെ ആശയം. എന്നെ അടക്കം സ്റ്റണ്ട് പഠിപ്പിച്ചത് മിഥുൻ എന്നാണ് പേര്. അപ്പോൾ എന്തൊക്കെ സ്റ്റണ്ട് ആയിട്ടാണ് അറിയാം? സ്റ്റണ്ട് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാം, പിന്നെ അത്യാവശ്യം ഫ്രീ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ അറിയാം. ബൈക്കിൽ ചെയ്യോ? ബൈക്കിൽ ഞാൻ അധികം നോൺ ഗിയറാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ബൈക്കിൽ ചെയ്യാനൊന്നുമില്ല. സ്കൂട്ടറാണ് മെയിനായിട്ട് ഇഷ്ടം. അതെ, ഞാൻ നോൺ ഗിയറാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റണ്ടിൽ തന്നെ. പിന്നെ നമ്മൾ എപ്പോഴും സ്റ്റണ്ട് ചെയ്യണതിന് മുന്നേ എപ്പോഴും നമ്മൾ സേഫ്റ്റി നന്നായി നോക്കുക. ഹെൽമെറ്റ് ധരിക്കുക, ഷൂ ഇടുക, ഗ്ലൗസ് ഇടുക. ഇത് മൂന്ന് നമ്മൾ മാക്സിമം നോക്കുക. കാരണം ക്രാഷസ് മസ്റ്റാണ് എപ്പോഴും ചെയ്യുക. പിന്നെ എനിക്കത് ബിഗിനേഴ്സ് നമുക്ക് ഒന്ന് ചെറിയൊരു ഐഡിയ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കുന്ന ടെൻഡൻസി വരും. മെയിനായിട്ട് നമ്മൾ ഈ ആൾക്കാർ കൂടുന്ന സ്ഥലം, അതുപോലെ റോഡ് ഏരിയ, അവിടെയൊക്കെ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ ആളൊഴിഞ്ഞ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുക. മാക്സിമം നമ്മുടെ സേഫ്റ്റി നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കിനധികം ശല്യം ചെയ്യരുത്. നമ്മൾ മെയിനായിട്ട് നമുക്ക് ഒരാളൊഴിഞ്ഞ ടൈമിൽ നമുക്ക് എപ്പോഴാച്ചാൽ പോയി ചെയ്യാം. ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് മെയിനായിട്ട് നല്ലൊരു ഏരിയ വേണം. ഇപ്പോൾ ആക്ച്വലി ഈ ഏരിയയുടെ ഒരു പരിമിതിയിൽ നമുക്ക് ചെയ്ത് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് പൊക്ക ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള കുറച്ചുകൂടി എളുപ്പത്തിന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ ബേസിക്കാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ ബേസിക്കിൽ ഫസ്റ്റ് എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി പൊസിഷൻ കറക്റ്റാക്കാം. അതായത് ഇപ്പോൾ ഇതാണ് ഫുഡ് റാക്ക്, നോർമൽ ഫുഡ് റാക്കിൻ്റെ പൊസിഷനാണിത്. അപ്പോൾ ആദ്യം എല്ലാവരും നോർമലി ഫസ്റ്റ് പഠിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് കാലും ചവിട്ടി ചെയ്യുക, ജസ്റ്റ് ഹാൻഡിൽ പുൾ ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഫ്ലോർ ഇതാക്കുക, ലോഡ് ചെയ്യുക, മാക്സിമം കുറച്ച് ബാക്കിലേക്ക് വലിയ വണ്ടി പുൾ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ബ്രേക്ക്, അത് ഓരോരുത്തരുടെ ഭയം പോലെയാണ്. ജസ്റ്റ് പുൾ ചെയ്യുക, ഹാൻഡിൽ പുൾ ചെയ്യുമ്പോൾ ത്രോട്ടിൽ കൊടുക്കുക, ഹൈറ്റ് വരുമ്പോൾ ബ്രേക്ക് ചെയ്യുക. ഈ ബ്രേക്കിങ്ങിൻ്റെ കാര്യം കൂടി ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരും. ബ്രേക്കിംഗ് അല്ലേ, നമ്മൾ ഫസ്റ്റ് വണ്ടി എപ്പോഴും ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് അത്യാവശ്യമാണ്. കാരണം ഓവർ ഹൈറ്റ് വരുമ്പോൾ നമുക്ക് ബ്രേക്ക് വേണം. പിന്നെ അതുപോലെ നമുക്ക് സ്ട്രെച്ച് അടിച്ച് പോകുമ്പോൾ ബ്രേക്ക് ടാപ്പ് ചെയ്യണം. ആക്സിലേറ്റർ കൊടുക്കുക, ഓവർ സ്പീഡിൽ ടാപ്പ് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടും. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം വണ്ടി എങ്ങനെ ഓവർ ഹൈറ്റിൽ ബ്രേക്കിംഗ് എങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്കിങ്ങിലാണ് വണ്ടി നിൽക്കുന്നത്. ഇനി എങ്ങനെ വെച്ചാൽ നമ്മൾ ത്രോട്ട് കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക, ത്രോട്ട് കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക, ത്രോട്ട് കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ വീല് അല്ലാണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് നോൺ ഗിയറിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റൺസാണ്. ഒന്ന് നമുക്ക് കോമ്പസ്, പിന്നെ അതുപോലെ ബേൺ ഔട്ട്, അതുപോലെ ഡ്രിഫ്റ്റ്. ഇത് മൂന്നും നമുക്ക് അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാം. അത് ചെറിയ ചെറിയ ടെക്നിക്സാണ്, അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് തരാം. നോർമലായിട്ട് എല്ലാവർക്കും അറിയണ കാര്യവും ജസ്റ്റ് വണ്ടി നമ്മൾ നന്നായി തിരിച്ചിരിക്കുക. തിരിച്ചതിന് ശേഷം നമ്മൾ തുടകൊണ്ട് ലോഡ് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി കറങ്ങും. ഇത് നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഡ്രിഫ്റ്റാണ്. പിന്നെ ശരിക്കുള്ള ഒറിജിനൽ ഡ്രിഫ്റ്റ് എന്ന് പറയുക ജസ്റ്റ് നമ്മൾ ഫുട്ടും നമ്മൾ ഒരായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് വണ്ടിയുടെ ഒപ്പം തന്നെ കറങ്ങുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ടേണാണ്, പൊളിച്ചിരിക്കും. ഇതിപ്പോൾ ഏട്ടൻ വണ്ടീൻ്റെ വയറിംഗ് കിറ്റിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിലിങ്ങനെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ നോക്കിച്ചത് ആക്ച്വലി ഇപ്പോൾ ബോഡി മാത്രമേ നമ്മൾ അയച്ചു വെച്ചിട്ടുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റണ്ട് മോഡിൽ നമുക്ക് ശരിക്കും ഒരു വണ്ടി നോർമൽ സ്റ്റോക്ക് മോഡായാലും നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൽ കുറച്ചുകൂടി നമുക്ക് ഒരു ബിഗിനേഴ്സിന് പഠിക്കാൻ എളുപ്പത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എഫ്സിയുടെയോ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ. ഇതിപ്പോൾ നമ്മുടെ ആക്റ്റീവയുടെ തന്നെ ഒറിജിനൽ ഹാൻഡിലാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് കൺജസ്റ്റഡാണ്, അധികം ലെങ്ത്ത് ഉണ്ടാവില്ല. ബട്ട് നമുക്ക് ലെങ്ത്ത് കൂടുന്തോറും നമുക്ക് വൈഡായി പിടിച്ചിട്ട് ചെയ്യാൻ എളുപ്പമാണ്.
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടിക്ക് ഓൾറെഡി നമുക്ക് ബാക്കിൽ ലൂപ്പ് ഉണ്ട്. ആക്ച്വലി ശരിക്കും നമുക്ക് മറ്റു വണ്ടികളൊക്കെ വെച്ചാൽ നമ്മൾ വണ്ടിയുടെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ലൂപ്പ് സെറ്റ് ചെയ്യാണ് ചെയ്യുക. അത് ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് എങ്ങനെയൊക്കെയാണ് വേണ്ടത്. എൻ്റെ വണ്ടി സ്റ്റാർട്ടാവില്ല, കാരണം വയറിങ്ങിട്ട് കുറച്ച് പ്രോബ്ലമാണ്. ബട്ട് അതിൻ്റെ എല്ലാ സെറ്റിങ്സും ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് നമുക്കൊരു വണ്ടിയിൽ ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പവർ, ദെൻ ബ്രേക്കിംഗ്. ഇത് രണ്ടുമാണ് നമുക്ക് ഒരു നോൺ ഗിയറിൽ മെയിൻ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ബോഡി ബാലൻസും ടൈമിങ്ങുമാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറേ കാലമായി ഇപ്പോൾ സ്റ്റണ്ട് സ്റ്റോപ്പായിട്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്കറിയണത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എല്ലാവരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ മിഥുനേട്ടൻ്റെ വണ്ടി കണ്ടപ്പോൾ ഈ സീറ്റാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ ആക്റ്റീവയ്ക്ക് അതേപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞോ. ഇത് ഞാൻ സീറ്റ് എന്തിനു ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആ വണ്ടിയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓവറായിട്ട് വീല് ചെയ്ത് പോകുമ്പോൾ നമ്മൾ സീറ്റിൽ നിന്ന് സ്ലിപ്പായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ലോഡ് കൊടുത്തിട്ട് സുഖമായിട്ട് ചെയ്തു പോകാം, അല്ലെങ്കിൽ സുഖമായി ചെയ്തു പോകാം. ഇതിനെ നമുക്ക് ആക്റ്റീവിലും സെറ്റ് ചെയ്ത് ഞാൻ എക്സ്ട്രാ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അവരത് പറഞ്ഞ് ചെയ്യിച്ചാണ്. ഓക്കെ. അപ്പോൾ ഞാനും ഗൈസ് നമ്മൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് പഠിക്കുമ്പോൾ അങ്ങനെ സ്ലൈഡായിട്ട് ചെരിഞ്ഞ് മറിഞ്ഞ് വീണുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് കൊണ്ടപ്പോൾ ചോദിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് സെറ്റാക്കാം അല്ലേ? സെറ്റാക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ മിഥുനേട്ടൻ്റെ സ്റ്റണ്ടിങ് വണ്ടി. കിടിലനല്ലേ? അപ്പോൾ ഹാൻഡിൽ ഇല്ലാതും അടിപൊളി ലുക്കാണ്. അപ്പോൾ ഏട്ടാ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, എന്താ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ളത്? കൂടുതൽ ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഹാൻഡിൽ മാറ്റാണ് ചെയ്തത്. ആ സ്റ്റോക്കിൻ്റെ ഹാൻഡിൽ നിന്ന് ഞാൻ നേരെ ഡ്യൂക്കിൻ്റെ വൈഡ് ഹാൻഡിലാണ് സെറ്റ് ചെയ്തത്. ഇത് ഡ്യൂക്കിൻ്റെ ഹാൻഡിലാണ്. ഇതെങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ സെയിം ഡ്യൂവിൻ്റെ നോർമൽ ഹാൻഡിൽ കട്ട് ചെയ്തിട്ട് ഒരു പട്ട വെച്ച് വെൽഡ് ചെയ്തു. എന്നിട്ട് അതിൽ ഞാൻ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്തു. പിന്നെ നോർമൽ ബ്രേക്ക് ലൈനറൊക്കെ ഡ്യൂവിൻ്റെ തന്നെയാണ്. ആക്സിലറേറ്റർ കേബിൾ, ബ്രേക്ക് കേബിളൊക്കെ നോർമൽ ഡ്യൂവിൻ്റെ. പിന്നെ അടുത്ത് ഞാൻ ചെയ്തത് വീലി ബാറാണ്, അത് ലൂപ്പ്. ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ലെങ്ത്തൊക്കെ അടിച്ച് പോവുകയാണെങ്കിൽ അത്യാവശ്യം ബ്രേക്കിങ്ങിൽ കിട്ടിയില്ലെങ്കിലും വണ്ടി ഓവർ മൾട്ടി വന്നു കഴിഞ്ഞാൽ ലൂപ്പിൽ നമുക്ക് തടഞ്ഞേക്കും. അത് ലൂപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായ മെഷർമെൻറ്റ് വേണം, കാരണം വണ്ടി ഓവറായിട്ട് വരാൻ പാടില്ല. അത് പിന്നെ ഒന്ന് ഫ്രീ സ്റ്റൈൽ സ്റ്റണ്ട് ഓരോ ഐറ്റംസ് കയറുമ്പോഴും നമുക്ക് ഈ ലൂപ്പിൻ്റെ ആവശ്യകത ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ പേരാണ് നമുക്ക് ഫുഡ് പാക്ക്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ ചവിട്ടി നിന്നിട്ട് ഓരോ ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയാണ് ഫുഡ് പാക്ക്. ഇതാണ് നമ്മൾ നോർമൽ. വേറെ ഞാൻ അഡീഷണലായിട്ട് പവർ കൂട്ടിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഡിഫ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡിഫ് ഞാൻ ഒഴിവാക്കി സ്റ്റോക്കാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലൂപ്പ് സെറ്റ് ചെയ്യണതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി കറക്റ്റ് അളവ് നോക്കിയിട്ട് ഇപ്പോൾ വണ്ടി കുത്തനെ നിർത്തിയിട്ട് ലൂപ്പിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിന്നോളും. അതാണ് ഇപ്പോൾ ലൂപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത് വേണം. അപ്പോൾ ഗൈസ് 3 കാര്യങ്ങളുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ വീല് പഠിക്കാൻ പറ്റും. അപ്പോൾ 3 കാര്യങ്ങൾ ഏട്ടൻ പറഞ്ഞുതരും. മെയിനായിട്ട് നമ്മൾ ചെയ്യണ ഏരിയ, അതായത് പബ്ലിക്കിന് അധികം ശല്യമില്ലാത്ത ഏരിയയിൽ ചെയ്യുക. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ഗിയേഴ്സ് അത് മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ബാലൻസ് കാര്യങ്ങളൊക്കെ നന്നായി നോക്കിയിട്ട് എല്ലാവരും സ്റ്റണ്ട് പഠിക്കുക.